കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പ്രധാന ചർച്ച കൂടുതലും ഇൻ്റർനെറ്റിലാണെങ്കിലും വാട്സപ്പിലൊക്കെ ആണെങ്കിലും ഈ ഒരു മേഖല നോക്കുന്ന ആളുകളാണെങ്കിൽ സ്റ്റാർലിങ്കിൻ്റെ പൈസയും സ്റ്റാർലിങ്ക് പുതിയ കണക്ഷൻ എടുക്കാൻ ഉള്ള ചാർജും സ്റ്റാർലിങ്കിൻ്റെ മാസ വാടക എത്രയൊക്കെയാണെന്നൊക്കെ ആയിട്ടുള്ളതാണ് ചർച്ചകൾ ചെയ്യുന്നത്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പല സബ്സ്ക്രൈബർമാർക്കുള്ള സംശയം, സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതെടുക്കാൻ ഏതാണ്ട് എത്ര ചാർജ് ആവുമെന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിലവിൽ അവർ കണക്ഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത രാജ്യങ്ങളിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യം ഭൂട്ടാനിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അമേരിക്കയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെയുള്ളൊരു കോസ്റ്റ് വെച്ചിട്ടാണ് പലരും നമ്മളെ നാട്ടിനെ താരതമ്യം ചെയ്യാറ്. പക്ഷേ ഇന്ത്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വില കുറവുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വരുന്ന 90% ആളുകളും സാധാരണക്കാരാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ അമേരിക്കക്കാരെ പോലെയല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസ കുറവുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്കാരെടുക്കൂ. ഇന്ത്യയിൽ അങ്ങനെ സാധാരണക്കാരെടുത്താൽ മാത്രമേ അത് വിജയിക്കൂ. സാധാരണ ജനങ്ങൾ 90% വരുന്ന സാധാരണ ജനങ്ങൾ ഇന്ത്യയിൽ ഇതെടുത്താൽ മാത്രമേ ഈ സ്റ്റാർലിങ്കിനെ കൊണ്ട് അല്ല സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജിയോയും എയർടെലുമായിട്ടാണ് സ്റ്റാർലിങ്ക് ഇപ്പോൾ കരാറിട്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും കേരളത്തിലും ഒക്കെ ആയിട്ട് എല്ലായിടെയും അവർക്ക് ഓൾറെഡി ഓഫീസുകളുണ്ട്. അതുവഴിയാണ് ഇനി വിതരണം ചെയ്യാമെന്ന് എന്താണ് ഉറപ്പായിട്ടുണ്ട്. കാരണം റിലയൻസിൻ്റെ ജിയോ ഓഫീസ് വഴിയും എയർടെലിൻ്റെ ഓഫീസ് വഴിയാണ് ഈ സ്റ്റാർലിങ്ക് വിതരണം ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് തൊട്ടടുത്ത രാജ്യമായ ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യമായ ഭൂട്ടാനിൽ നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് മാത്രമല്ല എല്ലാ വാർത്താ ചാനലും ഇത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഈ ഒരു ന്യൂസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വിചാരിച്ചത്. ഭൂട്ടാനിൽ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ആൻറ്റിന, അവരെ റൗട്ടർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്നതിനായിട്ട് 18,000, എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൈസയും അവിടുത്തെ പൈസയും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഭൂട്ടാനിൽ പുതിയ കണക്ഷൻ എടുക്കാൻ ഇന്ത്യൻ മണി ഏതാണ്ട് 18,000 രൂപയാണ് അവിടെ ഇൻസ്റ്റാളേഷന് ചാർജ് വരുന്നത്. മാസ വാടക, ഒരു സ്റ്റാൻഡേർഡ് കണക്ഷൻ ഒരു വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള മാസ വാടക 4,200 രൂപയാണ് നിലവിൽ ഭൂട്ടാനുകാർ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർലിങ്കിൻ്റെ സ്വന്തം തറവാട് അല്ലെ സ്വന്തം രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ പറഞ്ഞ പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാ ചാനലും വന്ന ന്യൂസാണ്. കാരണം പുതിയ റൗട്ടർ ആൻറ്റിന ഇൻസ്റ്റാളേഷൻ അടക്കം $349. അത് ഏതാണ്ട് ഇന്നത്തെ റേറ്റിൽ ഇന്ത്യൻ മണി നോക്കിയാൽ 30,344 രൂപ 99 പൈസ വേണം അവിടെ ഒരു പുതിയ കണക്ഷൻ എടുക്കുന്നതിന്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ടൊരു ഷോപ്പ് തുടങ്ങാം, അങ്ങനെയല്ല, ഞാൻ ഊഹം പറഞ്ഞാണ്. അപ്പോൾ അത്രയും പൈസയാണ് അമേരിക്കയിൽ ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരു മാസ വാടകയായിട്ട് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് കണക്ഷൻ എന്ന് പറയും. കാരണം ചില പ്ലാനുകളുണ്ടെങ്കിൽ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അവർ പറയുന്നത്. $120. അത് ഇന്നത്തെ ഇന്ത്യൻ മണി നോക്കുമ്പോൾ 10,433 രൂപ 81 പൈസയാണ് ഒരു മാസ വാടക. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരുടെ അടുത്ത് അവരെ ഇഷ്ടം പോലെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡോളർ അവർക്ക് പ്രശ്നമുള്ള കേസായിരിക്കില്ല. പക്ഷെ നമ്മളെ ഇന്ത്യക്കാർക്ക് ഡോളറും പ്രശ്നമാണ്, ഇന്ത്യൻ മണിയും പ്രശ്നമാണ്. എനിക്കറിയാം, ഞാൻ ഈ മേഖലയിൽ ഇഷ്ടംപോലെ കാലമായി വർക്ക് ചെയ്യുന്ന ആളാണ്. 10 രൂപ കൂടിയാൽ കണക്ഷൻ വേണ്ടെന്ന് പറയുന്ന നാട്ടുകാരാണ് നമ്മളെ കൂടുതലുള്ളത്. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ലായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് കൂടുതൽ കൊടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ ഇത്രയും എമൗണ്ടൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഇന്ത്യയിൽ ഇത് വിജയിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളൊക്കെ പറയുന്നത്, അവരെ ചാനലുകളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു വിവരം വെച്ചിട്ട്, അങ്ങനെ അവർ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. കൂടുതൽ ഇന്ത്യൻ ചാനലുകൾ NDTV ആണെങ്കിലും മലയാളം ചാനലുകൾ, പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ മനോരമ പോലുള്ള, മാതൃഭൂമി പോലുള്ള, ഏഷ്യൻ ന്യൂസ് പോലുള്ള എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളിലും കൊടുത്തൊരു ഏതാണ്ട് ഇന്ത്യയിൽ വരുന്ന ഒരു പ്രൈസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർലിങ്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 5,000 മുതൽ 7,000 വരെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനിനെ അപേക്ഷിച്ചും അതുപോലെ തന്നെ അമേരിക്കയെ അപേക്ഷിച്ചിട്ടും അവർ ഒരുപാട് പൈസ കുറച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു എമൗണ്ട് വെച്ചിട്ടും 5,000 മുതൽ 7,000 വരെ ആണെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മളെ നാട്ടിൽ പെട്ടെന്ന് കണക്ഷൻ എടുത്ത് പോകുന്നുള്ളത്. കാരണം 5,000 7,000 എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, സാധാരണക്കാരെ നോക്കുമ്പോൾ ഒരുപാട് അധികമാണ്. ഞാനിത് അധികമാണെന്ന് പറയാനുള്ള കാരണം തന്നെ നമ്മളെ നാട്ടിൽ ഈ കേബിൾ കണക്ഷനും ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ 349 രൂപ അല്ലെ 400 രൂപ അല്ലെ 500 രൂപയൊക്കെ മന്ത്ലി പ്ലാന് കൊടുക്കുമ്പോൾ
മന്ത്ലി പ്ലാന് കൊടുക്കുമ്പം തന്നെ നമുക്ക് ഈ ഒരു ഭയങ്കര വാടകയാണ് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഒരു 20 രൂപ കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അങ്ങോട്ട് മാറുന്നുണ്ട്, ഒരു 10 രൂപ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട്. അങ്ങനെ രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ളൊരു സിസ്റ്റം. അപ്പം പുതിയ കണക്ഷന് ഏതാണ്ട് 5000 മുതൽ 7000 വരെ ആവും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ജിയോ ഒക്കെ റെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പുതിയ കണക്ഷൻ എയർ ഫൈബർ അല്ലെങ്കിൽ എയർടെലിൻ്റെ എയർ ഫൈബറൊക്കെ നിങ്ങൾക്കറിയാം അവർ വന്ന് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് റെൻറ്റ് മാത്രം എടുത്തിട്ടാണ്. ഇൻസ്റ്റാളേഷൻ ചാർജും അവരെടുക്കുന്നില്ല. അവർ വെക്കുന്ന റൗട്ടറിനോ അല്ലെ അവർ വെക്കുന്ന ODCPയോ അല്ലെ ആൻറ്റിനോ ഒന്നിനും അവർ പൈസ എടുക്കുന്നില്ല. റെൻറ്റ് മാത്രം എടുത്തിട്ടാണ് ആളുകൾ എന്നാലും ഇപ്പോൾ എടുത്ത് പോകുന്നത് മുന്നോട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും പ്രൈസ് കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രൈസ് കുറച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ കാർ എടുക്കില്ല. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ ആളുകൾ എടുക്കുകയേയില്ല, എനിക്ക് ഉറപ്പാണ്. ഇപ്പം ഈ 5Gനെ അപേക്ഷിച്ചിട്ടൊക്കെ ഈ സ്റ്റാർലിങ്കിന് സ്പീഡ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ 5Gൻ്റെ 1/3 സ്പീഡില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഓൾറെഡി ഉപയോഗിക്കുന്ന പല രാജ്യക്കാരുടെ അതിൻ്റെ സ്പീഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പല യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 5Gനെ അപേക്ഷിച്ചിട്ട് 1/3 പോലും സ്പീഡില്ല ഈ സ്റ്റാർലിങ്കിന്. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള സ്റ്റാൻഡേർഡ് കണക്ഷൻ ഇപ്പം പല റേറ്റുകൾ റെസിഡൻഷ്യലായിട്ട് $30 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്ലി ഉള്ള ഈ ഡാറ്റകളൊക്കെ കുറഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. അതുപോലെ അവർ മൊബൈലിൻ്റെ രീതിയിൽ മൊബൈൽ പ്രയോറിറ്റി ഡാറ്റ അവൈലബിൾ ബൈ ദി GB ആയിട്ട് പല 50 GB 250 GB എന്ന് പറഞ്ഞിട്ട് പല റേറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അമേരിക്കയിൽ സംഭവം സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അമേരിക്കക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരുള്ള ഒരു ചിന്താഗതിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുന്നത് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ഇവർ ഈ പ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം തന്നെ എനിക്ക് വന്ന കുറേ മെസ്സേജുകളും കുറേ കോളുകളും പല ആളുകളുടെ സംശയങ്ങളുമാണ്. അപ്പോൾ ഞാൻ എല്ലാ വാർത്താ ചാനലുകളിൽ നിന്നും അതുപോലെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാത്ത വിവരങ്ങളൊന്നും നാട്ടിലില്ലല്ലോ. അപ്പം നാട്ടിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട അടുത്തുള്ള രാജ്യത്തിൻ്റെയൊക്കെ ഒരു പ്രൈസാണ് ഞാനിപ്പം കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റാണ്, അതിൽ ഒരു തെറ്റായ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റാണ് അവിടെ വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഈ പുതിയ അറിവുകൾ ഞാൻ നൽകിയിട്ടുണ്ട്, എനിക്കറിയുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈക്ക് കൊടുക്കുക, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളി.